ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഈ 2 ബോക്സസ് ആണ്. നമ്മളിന്ന് ഇത് രണ്ടും അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ്. ഇത് കുറച്ച് റീപർച്ചേസ് ചെയ്ത ഐറ്റംസും പിന്നെ കുറച്ച് പുതിയത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച കുറച്ച് പ്രൊഡക്ട്സുമാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ഞാനിങ്ങനെ അൺബോക്സിങ് വീഡിയോസിലൊക്കെ കാണാറുണ്ട്, ഒരു അടിപൊളി സംഭവം യൂസ് ചെയ്തിട്ടല്ലേ അൺബോക്സ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അൺബോക്സ് ചെയ്യാവേ. ഇങ്ങനൊരു സാധനം പറിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതിലാകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഗൈസ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് റീപർച്ചേസ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഫ്ലേവർ മാറ്റി പർച്ചേസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഈ സംഭവം നിവ്യയുടെ സോഫ്റ്റ് ബെറി ബ്ലോസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സ്ട്രോബെറി ഫ്ലേവറാണെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഞാൻ മേടിച്ചിട്ടുള്ളത് അതിൻ്റെ ബോക്സ് ഇതായിരുന്നു. അതിലിവിടെ ഞാൻ പറിച്ചു കളഞ്ഞു. ഇതിൻ്റെ പോംഗ്രാനൈറ്റ് ഫ്ലേവർ ആയിരുന്നു. അത് നല്ല സ്മെല്ലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഫിനിഷ് ആയപ്പോൾ ഞാൻ പുതിയൊരു ഇത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ദിസ് വൺ സെക്കൻഡ് പൊട്ടിച്ച് നോക്കട്ടെ കേട്ടോ. ഇങ്ങനൊരു വരാറുണ്ടല്ലോ എല്ലാത്തിനും. Look at this. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മുടെ കയ്യിൽ ബ്ലെൻഡ് ആവുന്നത്. നൈസ് സാധനമാണ് കേട്ടോ. ഇതിന് എന്ത് സ്മെല്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബെറി ബ്ലോസം പൊമഗ്രാനൈറ്റിൻ്റെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൈൽഡ് എന്താ പറയുക, നല്ലൊരു ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എടുത്തിരിക്കുന്ന സ്മെല്ലുള്ള പെർഫ്യൂംസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒന്നും പറ്റത്തില്ല. കുറച്ച് മൈൽഡ് ആയിട്ടുള്ളത് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ സംഭവമാണ് നിവ്യയുടെ. ഇതിൻ്റെ നമുക്ക് മിൻറ്റ് ഫ്ലേവർ ഉണ്ട്, ദെൻ ദിസ് വൺ സ്ട്രോബെറി ലൈക്ക് ബെറി ബ്ലോസം ആൻഡ് പൊമഗ്രാനൈറ്റ്, പിന്നെ വേറെ ഒരു ഫ്ലേവറും കൂടി ഉണ്ട്, പീച്ച്. ഇതിൽ ഞാൻ സ്ട്രോബെറിയുടെ മാത്രമാണ് ലാസ്റ്റ് ട്രൈ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അടിപൊളി സ്മെല്ലാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട പ്രൊഡക്റ്റാണ് കേട്ടോ. കിടിലൻ. ഓക്കെ, നമ്മൾ അടുത്തത് നോക്കാൻ പോവുകയാണ്. അടുത്തത് ഈ ബോക്സ് ആണ്. റീപർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റൊക്കെ ഇതിലാണ്. ഫ്രജൈലായിട്ട് ഉള്ള പ്രൊഡക്ട്സിന് ജസ്റ്റ് ഒരു സ്റ്റിക്കർ മാത്രം അവർ കൊടുക്കുന്നത്. പൊടിക്കാൻ പോവാണേ. ഉണ്ട് ഗൈസ്, സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു. ഇതിലാണ് മെജോറിറ്റി ഓഫ് ദ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്ര സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ മാഴ്സിൻ്റെ എൻ്റെ ഫിനിഷ് ആയ ലിപ്സ്റ്റിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ഗോ ടു ലിപ്സ്റ്റിക്കിന് അത് നമുക്ക് പൊട്ടിക്കാം. ഫസ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് മാഴ്സിൻ്റെ വേറെ ഷെയ്ഡാണ്. ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോണെയാണ് കേട്ടോ. ഒരു സെറ്റും കൂടെ, 3 സെറ്റാണ് ഇപ്രാവശ്യം നമ്മൾ. അതിലൊരു സെറ്റ് റീ ഓർഡർ ചെയ്തതാണ്, ബാക്കി 2 സെറ്റ് പുതിയത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഫേസ് റൈസർ, അസ പുതിയ ബ്രാൻഡാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഒരു ഫേസ് റൈസർ അവരും മേടിച്ച അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. യെസ്, ഫൈനലി ദിസ് വൺ. ഇതും നിവ്യയുടെയാണ്. നിവ്യയുടെ പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചർ, ഹൈ പ്രൊട്ടക്ഷൻ ആൻഡ് ലൈറ്റ് ടെക്സ്ചർ, SPF 50+ ആണ് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ 2021 തൊട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതൊരു സൺസ്ക്രീൻ ഫീൽ കിട്ടത്തില്ല, നമ്മുടെ ഫേസിന് എക്സ്ട്രാ ഒരു ഗ്ലോ കിട്ടുന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി. ഇത് ഞാൻ എപ്പോൾ തീർന്നാലും വീണ്ടും റീപർച്ചേസ് ചെയ്യുന്നതാണ്. എനിക്ക് പ്രൊഡക്ട്സ് അൺബോക്സിങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതാണ് ഓൾറൗണ്ടർ എന്ന് പറയുന്ന ഒരു സെറ്റ് മാഴ്സിൻ്റെ. ഇതാണ് ഞാൻ റീപർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ 3 ഷെയ്ഡ്സിൽ ഈ ഒരു ഷെയ്ഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് ആക്ച്വലി ഭയങ്കര കിടിലൻ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ബാക്കി 2 കളേഴ്സാണ് നമുക്ക് മിക്സ് ചെയ്തിടാം. ഇതിൻ്റെ ട്രയൽ ചെയ്തത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺസ്, ഇത് ബ്രൗൺസിൻ്റെ 3 ഷെയ്ഡ്സാണ്. ഇത് 3 ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതും അത്യാവശ്യം എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഷെയ്ഡ്സ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ 3 എണ്ണമാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്.
ഓൾറൗണ്ടർ പ്ലംസ് ബ്രൗൺസ്. ഈ ഓൾറൗണ്ടറിൽ ഈ പ്ലംസിലെയും ബ്രൗൺസിലെയും സംഭവം വരുന്നുണ്ട് ആക്ച്വലി. ഫസ്റ്റ് വൺ നമ്മൾ പൊട്ടിച്ചു. ഇതാണ്. ഓക്കെ, ഇതിന് നമുക്ക് പയ്യെ പൊട്ടിച്ചു നോക്കാം. 12 ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണമാണ്. അടുത്തത് ഇതിൽ വരുന്നത് പ്ലേറ്റ് സേഫ് 11 ഷെയ്ഡ് വരുന്നതാണ്. തേർഡ് വൺ ഇസ് ന്യൂഡ് ക്രഷ്. ഫസ്റ്റ് വൺ പൊട്ടിക്കാൻ പോകുന്നത് ഹോട്ട്സ്പോട്ട് എങ്ങനെയുണ്ടാവും നോക്കാം. പിന്നെ നമ്മൾ മാഴ്സിൻ്റെ ബ്രൗൺസ് സെറ്റ് വരുന്നതിൽ ഹോട്ട്സ്പോട്ട് നമ്പർ 12 അതാണ് നമ്മൾ നോക്കാൻ പോണത്. ലിപ്സ്റ്റിക് വന്നിട്ട് ഓക്കെ, സോ ഇങ്ങനൊരു ഇതാണ് വരുന്നത്. ഹോട്ട്സ്പോട്ടാണ്. ഇതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഭയങ്കര രസം എന്നൊന്നും പറയാനില്ല, പ്രശ്നമില്ല. ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് ഹോട്ട്സ്പോട്ട്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഫെയർ സ്കിന്നിന് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. കുഴപ്പമില്ല, അതാണ് കുറച്ചുകൂടെ ലൈറ്റാണ്. പ്ലേറ്റ് സേഫ് നമ്പർ 11. ഓക്കെ, സോ ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. മാഴ്സിന് തന്നെ പ്ലേറ്റ് സേഫ്. ഗൈസ് ഒട്ടും ചേർത്തില്ല, ഭയങ്കര ഒരു ന്യൂഡ് ഫിനിഷ്. ദിസ് ഇസ് ദ ഷെയ്ഡ്. ഭയങ്കര ലൈറ്റ് സ്കിന്നിന് ചേരുമായിരിക്കും. ഞാൻ ചില ഡസ്കി സ്കിൻ സെലിബ്രിറ്റീസ് ഒക്കെ ഇത് ചില ലുക്കിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ന്യൂഡ് ക്രഷ് നോക്കാം നമുക്ക്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് കുറച്ച് ഡാർക്കാണ്, വലിയ പ്രശ്നമില്ല കേട്ടോ. നോക്കൂ ഗൈസ്, എഗെയിൻ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും പറ്റിക്കപ്പെട്ടു. കുഴപ്പമില്ല, അതിന് മാത്രം അറിയാനൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കും. ഇതൊക്കെ പക്ക ബ്രൗൺ ന്യൂഡ്സ് തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ഷെയ്ഡ്. ഹോട്ട്സ്പോട്ടാണ് എനിക്ക് 3 എണ്ണത്തിലും ഇഷ്ടപ്പെട്ടത്. ഈ 3 ഷെയ്ഡ്സാണ് ബ്രൗൺസിൽ വരുന്നത്. ഈ 3 എണ്ണത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹോട്ട്സ്പോട്ട് ആണ് എനിക്ക് സ്യൂട്ട് ആവുന്നത്. ഹോട്ട്സ്പോട്ടിൻ്റെ കൂടെ ബാക്കി 2 ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഹോട്ട്സ്പോട്ടും നമ്മുടെ ന്യൂഡ് ക്രഷും മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഷെയ്ഡ് വന്നത്. സോ മിക്സ് ചെയ്തിടാനായിട്ട് ഓക്കെയാണ്. നമ്മളുടെ പ്ലംസ്. ഓക്കെ, ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് നമ്മളുടെ ലിപ്സ്റ്റിക്സ്. ഓക്കെ, സോ ഇതിൽ ഫാഷനിസ്റ്റ 8 വരുന്നു. പിന്നെ ട്രെൻഡ് അലേർട്ട്, ആൻഡ് ഇതെനിക്ക് ഒട്ടും ചേർത്തില്ലാത്ത ഷെയ്ഡാന്ന് തോന്നുന്നു കേട്ടോ. മാഗ്നറ്റിക്. ഫാഷനിസ്റ്റ. ഇതാണ് ലിപ്സ്റ്റിക്ക് വരുന്നത്. വാവ്, അടിപൊളി കളറാണ്. അയ്യോ, ഇത് ലൈക്ക് ഒരു ഷോയ്ക്ക് നമ്മുടെ ഐശ്വര്യ റായ് ഇട്ട പോലെ ഒരു ലിപ്സ്റ്റിക് ആയി പോയല്ലോ ഗൈസ്. ഇതിൻ്റെ കൂടെ നമുക്ക് ആ ബ്രൗൺസിലൊരു ലിപ്സ്റ്റിക് ആഡ് ചെയ്ത് നോക്കാം, നന്നാവുമെന്ന് അറിയാലോ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും വൃത്തികേടാണല്ലോ ഗൈസ്, കൊള്ളത്തില്ല, ഫെയിൽഡ്. ഇനി അടുത്തത് ദിസ് വൺ, ട്രെൻഡ് അലേർട്ട്. ഇത് കുറച്ചുകൂടി ലൈറ്റാണ്, മേ ബി ഇത് സ്യൂട്ട് ആവുമായിരിക്കും. സോ യാ, ദിസ് വൺ കൊള്ളാം, ഇത് രസമുണ്ട് കേട്ടോ, എല്ലാവർക്കും ചേരണ്ടെന്ന് തോന്നുന്നു. ഇനി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് മാഗ്നറ്റിക്. ലൈറ്റ് ഷെയ്ഡാണ്. ഈ കളർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.